نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا ما لكم إذا قيل لكم انفروا في سبيل الله أثاقلتم إلى الأرض أرضيتم بالحياة الدنيا من الآخرة فما متاع الحياة الدنيا في الآخرة إلا قليل. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കാരുണ്യവാനായ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഏതാനും ആഴ്ചകളായി നാം ഈമാൻ നമുക്ക് നിർഭയത്വം, സമാധാനം നൽകുന്നു എന്ന വിഷയമാണ്. അതിലെ ഈമാൻ കാര്യങ്ങളിലെ 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 5-ാമത്തേത് ആഖിറത്തിലുള്ള വിശ്വാസമാണ്, ആഖിറത്തിലുള്ള ഈമാനാണ്. ഈ 6 കാര്യങ്ങളിൽ നിന്ന് ആഖിറത്ത് എന്ന ഈമാനിനെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കുക, ഈമാൻ കൊള്ളുക എന്ന് പറയുമ്പോൾ ആഖിറത്തിലേക്ക് വരുമ്പോൾ വഹും ബിൽആഖിറതിഹിം യൂഖിനൂൻ, സൂറത്തുൽ ബഖറയിലെ ആദ്യ ഭാഗത്ത് മുത്തഖീങ്ങളെ വിശദീകരിക്കുന്നിടത്ത് അള്ളാഹു പറയുന്നതാണ്, അവർ ആഖിറത്തിൽ യൂഖിനൂൻ, യൂമിനൂൻ എന്നല്ല, യൂഖിനൂൻ, ദൃഢവിശ്വാസമുള്ളവരാകും. മറ്റൊരു രീതിയിൽ അല്ലാഹ് അത് പറയുന്നത് എങ്ങനെയാണ്? വഹും ബിലിഖാഇ റബ്ബിഹിം യൂഖിനൂൻ, റബ്ബിനെ കണ്ടുമുട്ടുന്ന കാര്യത്തിൽ അവർ ദൃഢബോധ്യമുള്ളവരാണ്. അതും ആഖിറത്തിനെ പറ്റിയാ. ആഖിറത്തിലാണല്ലോ റബ്ബിനെ കണ്ടുമുട്ടുക. ആ ആഖിറത്തിനെ സംബന്ധിച്ച് യൂഖിനൂൻ എന്ന പദം അല്ലാഹു ഉപയോഗിക്കുന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. കാരണം മുസ്ലിം ഉമ്മത്തിലും ഈമാനിൽ ദുർബലപ്പെട്ടു പോയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആഖിറത്തിലുള്ള. മനുഷ്യന്മാര് അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ സ്വീകരിക്കുന്നതിലും നിരോധനങ്ങൾ ഒഴിവാക്കുന്നതിലും കാണിക്കുന്ന അനാസ്ഥ പരലോക വിശ്വാസത്തിലുള്ള ദുർബലതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 6 ഈമാൻ കാര്യങ്ങളിൽ 2 കാര്യങ്ങളെ വളരെ പ്രാധാന്യത്തോടെ അല്ലാഹ് എടുത്തെടുത്ത് പറയും.
മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി. പിന്നെ ഈ കാര്യമുണ്ട് നമുക്കറിയാലോ. ഈ ആയത്തിലൊക്കെ പറയുന്നത് ആര് അല്ലാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്നുവോ, വഅമില സ്വാലിഹൻ, ആര് സൽക്കർമ്മം ചെയ്യുന്നുവോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല, ഭയപ്പെടേണ്ടി വരില്ല. ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതന്നല്ലേ നിർഭയത്വം എന്ന് പറഞ്ഞത്? എളുപ്പം മനസ്സിലാവല്ലോ നമുക്ക്. ഒരിക്കലും ദുഃഖിക്കേണ്ടി വരാത്ത, ഒരിക്കലും ഭയപ്പെടേണ്ടി വരാത്ത ഒരവസ്ഥയല്ലേ സത്യത്തിൽ എല്ലാ മനുഷ്യരും കൊതിക്കുന്നത്. അതിനുവേണ്ടിയുള്ള മാർഗം അവർ സ്വീകരിക്കുന്നില്ലെങ്കിലും പൊതുവെ മനുഷ്യൻ കൊതിക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പൊ ആഖിറത്തിലുള്ള വിശ്വാസം സമാധാനവും ശാന്തിയും മനുഷ്യന് നൽകുന്നു എന്ന് ആ കേട്ട വചനത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖുർആനിൽ അള്ളാഹു ഒരു നന്മ ചെയ്യാൻ കൽപ്പിച്ചാൽ, അള്ളാഹ് വിരോധിച്ച ഒരു കാര്യം ഒഴിവാക്കണമെന്ന് പറയുമ്പോ അവിടെ ഉപയോഗിക്കുന്ന പദം മന്നാമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നിങ്ങളിൽ ആരെങ്കിലും അല്ലാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന ഇന്ന നന്മകൾ അവർ ചെയ്യട്ടെ. നിങ്ങളിൽ ആരെങ്കിലും അല്ലാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന കാര്യം ചെയ്യാതിരിക്കട്ടെ. ഖുർആനിൽ കാണാം, ഇത് തന്നെ ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മകൾക്ക് പ്രേരണ ചെയ്തെത്തുമ്പോൾ, തിന്മയിൽ നിന്ന് വിശ്വാസികളെ വിലക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നിങ്ങളിൽ ആരെങ്കിലും അല്ലാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അയൽവാസിയെ സ്നേഹിക്കട്ടെ, അയൽവാസിയെ ആദരിക്കട്ടെ. നിങ്ങളിൽ ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അതിഥിയെ ആദരിക്കട്ടെ. ഇങ്ങനെ നന്മക്ക് പ്രേരണ കാണാം. ഇതുപോലെ തിന്മയിൽ നിന്ന് ഒഴിവാക്കാൻ അപ്പോൾ ഉപയോഗിക്കുന്നത് ഹദീസിലെ പദം ആഖിറത്തിലുള്ള ഈമാന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സത്യത്തിൽ ഇന്നത്തെ നമ്മുടെ ഉമ്മത്തിനെ പരിശോധിച്ചാൽ അതൊരു കേവല വിശ്വാസമായി. നേരത്തെ പറഞ്ഞ പോലെ അള്ളണ്ട്, മലക്കുണ്ട്, കിതാബൊക്കെ ഉണ്ട്, മുസ്ലിങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ ആഖിറം ഉണ്ടാവും എന്നൊരു കേവല ധാരണയിൽ നിന്ന് മാറാത്ത മുസ്ലിം ഉമ്മത്തിനെ കാണുന്നു. സത്യത്തിൽ ആഖിറത്തിലുള്ള ദൗർബല്യാണ് ഈ കാണുന്ന സദസ്സ്. അതിന്റെ തെളിവായത് ജുമഅക്ക് ഖുതുബ തുടങ്ങുന്നതിന് മുമ്പ് വരിക എന്നത് ആഖിറത്തിനെ ഭയപ്പെടുന്ന വിശ്വാസികളുടെ രീതിയാണ്, സ്വഭാവമാണ്. അത് കാണിക്കുന്ന എന്താ? ഈ കുറെ ആള് വരാനുണ്ടല്ല, വരും. വന്നില്ലെങ്കിൽ പിന്നെ അവര് വന്നിട്ടില്ല എന്ന് വിചാരിക്കാം, വരുമല്ലോ. അപ്പോ ആ ദൗർബല്യമാണ് ഈ നേർക്കുനേരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഈ രാജ്യത്തെ, ഈ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ കാണുന്ന മുഴുവൻ കുഴപ്പങ്ങളുടെയും ദുരന്തങ്ങളുടെയും അടിസ്ഥാന കാരണം മനുഷ്യർക്ക് ആഖിറത്തിൽ വിശ്വാസം കുറഞ്ഞുപോയി. റബ്ബിനെ കണ്ടുമുട്ടുന്ന കാര്യത്തിൽ അവർക്ക് ദുർബലത വന്നുപോയി എന്നതിൻ്റെയാണ്. തിരിച്ചു നാം സഹാബത്തിനെ നോക്കുമ്പോ അവർക്കൊക്കെയും അല്ലാഹുവിലും ആഖിറത്തിലുള്ള വിശ്വാസം കൊണ്ട് ദുനിയാവിലെ പ്രശ്നങ്ങൾ അവർക്ക് ലഘുവായി തോന്നുന്നു. നമുക്ക് ദുനിയാവിലെ പ്രശ്നങ്ങൾ വലുതാണ്, അല്ലേ? നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഏതാ? പരലോകത്ത് റബ്ബിനെ കണ്ടുകിട്ടുമ്പോൾ എന്ത് ചെയ്യുമെന്ന കാര്യത്തിലാണോ നമുക്കെല്ലാം ആവലാതി? ദുനിയാവിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കാത്തതല്ലേ, അല്ലേ? ശരി, നല്ലൊരു വീടില്ലാത്ത പ്രശ്നം നമ്മളെ മതിക്കുന്നില്ലേ? നല്ലൊരു തൊഴിൽ കിട്ടാത്ത പ്രശ്നം നമ്മളെ മതിക്കുന്നില്ലേ? മക്കളെ വേണ്ട വിദ്യാഭ്യാസം നൽകാൻ പറ്റാതാവുമ്പോൾ വിഷമിക്കുന്നില്ലേ? മക്കളെ വേണ്ട വിധം കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റാതാവുമ്പോഴും നമ്മൾ വിഷമിക്കാറില്ലേ? എന്നാൽ ആഖിറത്തിൽ വിശ്വസിക്കുന്ന ദൃഢബോധ്യമുള്ള ഒരാൾ
ആഖിറമാണ് കൂടുതൽ ഭയപ്പെടേണ്ടത്, പ്രശ്നമാകേണ്ടത് എന്ന് ഉള്ള വിശ്വാസിക്ക് ദുനിയാവിലെ മുഴുവൻ പ്രയാസങ്ങളും ലഘുവായി തീരുന്നതാണ്. ഈമാൻ അമ്ന് നൽകുന്നു എന്ന് പറയുന്ന അതുകൊണ്ട് തന്നെയാണ്. പരിശുദ്ധ ഖുർആനിലെ നിസാ സൂറത്തിലെ 76-ാമത്തെ ആയത്ത്, ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ, നിങ്ങൾ കൊതിക്കുന്നത് ദുനിയാവിലെ വിഭവങ്ങളല്ലേ? സൗകര്യങ്ങൾ വേണം, നല്ല വാഹനം വേണം, നല്ല വീട് വേണം, നല്ല സൗകര്യം വേണം, നല്ല വരുമാനം വേണം, നല്ല സ്ഥാനം വേണം, പദവി വേണം, ഇതൊക്കെ അല്ലേ പൊതുവെ ആഗ്രഹിക്കുക. അല്ലാഹു പറയാണ്, പറഞ്ഞു കൊടുക്കൂ നബിയെ, മതാഉദ് ദുനിയാ ഖലീൽ, ഈ ദുനിയാവിലെ വിഭവങ്ങൾ നിസ്സാരമാണ്. വൽ ആഖിറത്തു, എന്നാൽ പരലോകമാണ് ഖൈറുൽ ലിമൻ ഇത്തഖാ, റബ്ബിനെ സൂക്ഷിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായത് പരലോകമാണ്. നിങ്ങൾക്ക് വിഭവം വേണ്ടത് അവിടെയാണ്, നിങ്ങൾക്ക് വീട് വേണ്ടത് അവിടെയാണ്, നിങ്ങൾക്ക് ഇണ വേണ്ടത് അവിടെയാണ്, നിങ്ങൾക്ക് സ്ഥാനം വേണ്ടതും പരലോകത്ത് തന്നെയാണ്. വലാ തുലമൂന ഫതീല, ഒരു നിസ്സാരമായിട്ട് പോലും നിങ്ങൾ അന്യായത്തിന് വിധേയമാവുകയില്ല. നിങ്ങളുടെ വിശ്വാസത്തെയും സൽക്കർമ്മത്തെയും അള്ളാഹു അവഗണിക്കുകയില്ല, നിങ്ങളോട് അന്യായം ചെയ്യില്ല. പരലോകത്തെ സുഖത്തിന് വേണ്ടി ദുനിയാവിൽ നിങ്ങളുടെ ക്ഷമയും ത്യാഗവും അള്ളാഹ് അവഗണിക്കുകയില്ല, അള്ളാഹ് പാഴാക്കി കളയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ആശയത്തിൽ അനേകം ആയത്തുകൾ ഖുർആനിൽ കാണാം. രണ്ടിനെയും താരതമ്യം ചെയ്തിട്ട് നമുക്ക് താരതമ്യം ചെയ്യുമ്പോ പ്രശ്നം ദുനിയാവാണ്. എല്ലാ മനുഷ്യരുടെ പ്രശ്നം ദുനിയാവാണ്. നിങ്ങൾ പരസ്പരം വഴിയിൽ വെച്ചിട്ടോ വീട്ടിൽ വെച്ചിട്ടോ കടയിൽ വെച്ചിട്ടോ അങ്ങാടി വെച്ചോ കണ്ടുമുട്ടുമ്പോ നിങ്ങളുടെ പ്രയാസങ്ങൾ പങ്കുവെക്കുമ്പോ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞോ, ഓ പടച്ചോനെ കണ്ടുമുട്ടുമ്പോ എന്ത് ചെയ്യും, നരകത്തിന്റെ മുന്നിലെത്തിയാൽ എന്താ ചെയ്യാനുള്ളത്, റബ്ബിന്റെ കടുത്ത വിചാരണ വന്നാൽ എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് പരാതിപ്പെടുന്ന ഒരാളെ കണ്ടുമുട്ടിയ, എന്നാലോ ദുനിയാവിലെ 100 പ്രശ്നങ്ങൾ അവരവതരിപ്പിക്കും. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ആരെ വിളിച്ചിട്ടാന്നൊക്കെ? കാഫിറുകളെയല്ല, നസാറാക്കളെയല്ല, ജൂതന്മാരെയല്ല, മുനാഫിക്കുകളെയല്ല. യാ അയ്യുഹല്ലദീന ആമനു, നമ്മളെ മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് പറയാണ്, മാലക്കും ഇദാ ഖീല ലക്കും ഇൻഫിറൂ ഫീ സബീലില്ലാഹ്, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി മുഅ്മിനീങ്ങളെ? അല്ലാഹു ചോദിക്കുകയാണ്. വിളിച്ചത് ഇഷ്ടത്തിലാണ്, യാ അയ്യുഹല്ലദീന ആമനു എന്നാണ് വിളിച്ചത്. അല്ലാഹു മുഅ്മിനീങ്ങളുടെ ഇഷ്ടം അതിലുണ്ട്. എന്നും അല്ലാഹു ഇഷ്ടപ്പെടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാലക്കും, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? ഇദാ ഖീല ലക്കും ഇൻഫിറൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പുറപ്പെടാൻ നിങ്ങളോട് പറയപ്പെട്ടാൽ, റബ്ബിന്റെ മാർഗത്തിൽ നിങ്ങൾ റബ്ബിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരല്ലേ, റബ്ബിന്റെ പ്രീതി കൊതിക്കുന്നവരല്ലേ, പരലോകത്തെ രക്ഷ കൊതിക്കുന്നവരല്ലേ, അതുകൊണ്ട് റബ്ബിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടാൻ നിങ്ങളോട് പറയപ്പെട്ടാൽ, അസ്ഫാഖൽതും ബിൽ അർദ്, അസ്ഫാഖൽതും ഇലൽ അർദ്, ഫീ അല്ല ഇലൽ അർദ്, ഭൂമിയിലേക്ക് നിങ്ങൾ അങ്ങോട്ട് കമഴ്ന്നടച്ച് തൂങ്ങിക്കിടക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടേണ്ടി വരുമ്പോൾ എന്തുകൊണ്ടാണ് കമഴ്ന്നടിച്ച് ഭൂമിയിലേക്ക് ആണ്ടുകിടക്കുന്നത്? അർളീതും ബിൽ ഹയാത്തിദ് ദുനിയാ മിനൽ ആഖിറ, ആഖിറത്തിനേക്കാൾ നിങ്ങൾ ദുനിയാവിനെ കൊണ്ട് തൃപ്തിപ്പെട്ട് അടഞ്ഞോ? ദുനിയാവിൽ നിങ്ങൾ തൃപ്തി അടഞ്ഞോ? ഇത്തിരി ത്യാഗമൊക്കെ വേണ്ടി വരൂലേ? നമുക്ക് 3-4 ആൾ കൂടി ഈ പള്ളിയുടെ കാര്യത്തിന് ഒരാളെ പോയി കാണാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ലഘുലേഖായിട്ട് ജനങ്ങളിരുത്ത് പോയി തൗഹീദ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ നമുക്ക് ഒഴിവില്ലല്ലോ. അല്ല, ഖുർആൻ ക്ലാസ്സിന് വരാൻ പറഞ്ഞ അപ്പോഴും ഒഴിവില്ലല്ലോ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടാൻ പറയുമ്പോ ഭൂമിയിലേക്ക് ആണ്ട് പതിച്ച് കനം തൂങ്ങി കിടക്കുന്നു എന്നാ ഖുർആൻ പറഞ്ഞത്. അർളീതും ബിൽ ഹയാത്തിദ് ദുനിയാ മിനൽ ആഖിറ, പരലോകത്തേക്കാൾ നിങ്ങൾ തൃപ്തി അടയുന്നത് ദുനിയാവ് കൊണ്ടാണോ? അള്ളാഹ് ചോദിക്കാണ്.
എന്നിട്ട് അല്ലാഹ് പറയുന്നു ഫമാ മതാഉൽ ഹയാത്തിദ് ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. ഇപ്പൊ തന്നെ നിസായിലെ ആയത്ത് നിങ്ങൾ കേട്ടു. ഇത് തൗബയിലെ 38-ാമത്തെ ആയത്താണ്. കുറെ ആയത്തുണ്ട് ഇതേ ആശയത്തിൽ. നിങ്ങൾ ആഖിറത്തിനേക്കാൾ ദുനിയാവിനെ തൃപ്തിപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ആഖിറത്തിനെ അപേക്ഷിച്ച് ഈ ദുനിയാവ് നിസ്സാരമാണ്. അങ്ങനെ വരുമ്പോ നമുക്ക് ഭാരം ഉണ്ടാവില്ല, ദുനിയാവ് പ്രശ്നം ഉണ്ടാവില്ല, സങ്കടപ്പെടുത്തൂല. പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഒരായത്ത് കൂടി പറയാം. കുറെ ആയത്തുണ്ട്. അല്ലാഹു അല്ലാഹുവാണ് ദുനിയാവിൽ ആളുകൾക്ക് വിശാല സൗകര്യങ്ങൾ നൽകുന്നവൻ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് കുടുസമാക്കുന്നതും അല്ലാഹുവാണ്. എന്നാലോ മനുഷ്യര് ദുനിയാവിൽ അങ്ങേറ്റം ദുനിയാവിലെ സൗകര്യം കൊണ്ട് ആനന്ദ ഉദികളാണ്, സന്തോഷിക്കുന്നവരാണ്. പരലോകത്തെ സംബന്ധിച്ച് ദുനിയാവ് തീർന്നു പോകുന്ന, പെട്ടെന്ന് നശിക്കുന്ന ഉപജീവനം മാത്രമാണ്, വിഭവങ്ങൾ മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ നിസ്സാരമായതിനെ വേഗത്തിൽ തീർന്നു പോകുന്നതിനെയാണ് മനുഷ്യന്മാർ ഇഷ്ടപ്പെടുന്നത്. എന്നുമെന്നും ഹൈറായി നിൽക്കുന്ന ആഖിറത്തിനെ പറ്റി ആളുകൾക്ക് വിചാരമില്ല. ഇങ്ങനെ വരുമ്പോ എന്താണ് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശ്രദ്ധയിലുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ അടുത്ത കാലത്തായി നമ്മള് പത്രങ്ങളിൽ അല്ലെങ്കിൽ ന്യൂസുകളിൽ ആത്മഹത്യകളെ കുറിച്ച് ആവർത്തിച്ച് കേൾക്കുന്നു. വളരെ പാവപ്പെട്ടവരുണ്ട്, ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട്, രാഷ്ട്രീയത്തിൽ ഉയർന്ന സ്ഥാനമുള്ളവരുണ്ട്, സാമ്പത്തിക സൗകര്യങ്ങളുള്ളവരുണ്ട്, ദുനിയാവിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് തോന്നുന്നവരുമുണ്ട്. ആത്മഹത്യ നിത്യനരകത്തിലാണ്. മുഅ്മിനീങ്ങൾ ആത്മഹത്യ ചെയ്യില്ല. മുഅ്മിനീങ്ങൾ ആത്മഹത്യയില്ല. എന്താ ആത്മഹത്യയുടെ കാരണങ്ങൾ? സഹിക്കാൻ പറ്റാത്ത വേദന, രോഗം, അപമാനം സഹിക്കേണ്ടി വരുന്ന അവസ്ഥ, ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞു കേൾക്കുന്നു. സഹിക്കാൻ പറ്റാ പ്രേരണ കുറ്റം ചുമത്തി എന്ന് പറഞ്ഞെന്താ? പീഡിപ്പിച്ച, പ്രയാസപ്പെടുത്തിയ ആളുകളെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി. അയാളുടെ പ്രേരണ, അയാളുടെ പറച്ചില്, അയാളുടെ പെരുമാറ്റമാണ് മറ്റാളെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നൊക്കെ നമ്മൾ വായിക്കല്ലേ. മുഅ്മിൻ ആത്മഹത്യയില്ല. കാരണം ഇതിപ്പോ കഴിഞ്ഞു പോകുന്ന ലോകമാണ്. ശാശ്വതമായ ലോകത്തിലേക്ക് ഞാൻ പോകുന്നു. കണ്ട നിർഭയത്തെ കൊടുക്കണ നോക്കിയ ഇവിടത്തെ വേദന ഇപ്പൊ തീരും. പോകുന്നത് ഒരിക്കലും വേദനിക്കാത്ത ലോകത്തേക്ക്. അതാണ് മുഅ്മിൻ. ഇവിടെ ക്ഷീണം, ക്ഷാമം, സ്ഥാനമാനങ്ങളില്ല, അവഗണനയാണ്, വേണ്ടത്ര സുഭിക്ഷതയില്ല. അതിപ്പോ തീരൂലേ? എന്നും സുഭിക്ഷമായ ലോകത്തേക്കാണ് ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈമാൻ അവന് സമാധാനം നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ തന്നെ അതിന്റെ ഫലം നമ്മൾ കാണുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുനിയാവിന് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ തൂക്കമുണ്ടായിരുന്നെങ്കിൽ, ഈ ദുനിയാവിലെ മനുഷ്യന്മാര് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ദുനിയാവ് റബ്ബിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ തൂക്കം അല്ലാഹു കൽപ്പിച്ചിരുന്നെങ്കിൽ ഒരു കാഫിറിനും വെള്ളം കുടിക്കാൻ കഴിയുമായിരുന്നില്ല. റബ്ബിനെ നിഷേധിക്കുന്ന, റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ, ആയത്തുകളെ ദൂതന്മാരെ നിഷേധിക്കുന്ന, നിരാകരിക്കുന്ന ഒരു കാഫിറിനും ഒരറക്ക് വെള്ളം കുടിക്കാൻ പറ്റുമായിരുന്നില്ല. പക്ഷെ ദുനിയാവിന് അല്ലാഹുവിന്റെ അടുക്ക വിലയില്ലാത്തോണ്ട് സുഭിക്ഷമായി ജീവിക്കുന്നവര്. വില കൊടുത്തിരുന്നെങ്കിൽ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർക്കറ്റിലൂടെ ഇങ്ങനെ നടന്നു പോകണം. കൂടെ കുറച്ച് സഹാബികളുണ്ട്. അപ്പൊ അത് ആ മാർക്കറ്റിന്റെ ഇപ്പുറത്ത് വഴിയോരത്ത് ഒരു കാത് കീറിയ ആട് ചത്ത് കിടക്കുന്നു.
കാത് കീറിയിട്ടുണ്ട്, ചത്തിട്ടുമുണ്ട്. ഹദീസാണ് സഹോദരങ്ങളെ. റസൂലുള്ളാഹി ചോദിച്ചു, ഈ ആടിനെ ആർക്കെങ്കിലും വിലക്ക് വേണോ? 1 ദിർഹം 2 ദിർഹം തന്നാ മതി. റസൂൽ പറയാ, ഈ ആടിനെ ആർക്കെങ്കിലും വേണോ? 2 ദിർഹം, 2 ഉറുപ്യ മതി. സഹാബികൾ റസൂലിനോട് പറഞ്ഞു, 1 ദിർഹമിന് പോലും ഞങ്ങൾ ആ ചത്ത ആടിനെ മേടിക്കില്ല. നബി തരക് പറഞ്ഞതാണോ? കച്ചവടക്കാരനാണോ? നബിയുടെ ആടും അല്ലല്ലോ അത്. ഉടനെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, എന്നാൽ ഈ ദുനിയാവിന് റബ്ബിന്റെ അടുക്കൽ ഈ ചത്ത ആടിന്റെ വില പോലുമില്ല. അത് പറയാൻ, അല്ലാണ്ട് നബി എന്ത് കച്ചവടാക്കണ? വെറുതെ വഴി ചത്ത് കിടക്കുന്ന ആടിനെ റസൂല് കച്ചവടാക്കോ? അത് പഠിപ്പിക്കാനാ, സന്ദർഭങ്ങളെ ഉപയോഗിക്കാൻ റസൂലുള്ള. റബ്ബിന്റെ അടുക്കൽ ദുനിയാവിന് ചത്ത ആടിന്റെ വില പോലുമില്ല. പിന്നെ നിങ്ങൾ മത്സരിക്കുന്ന എന്തിന്? വിലയുള്ള ഒരു സ്ഥലല്ലേ, വിലയുള്ള സ്ഥലം, അതിനു വേണ്ടി മത്സരിക്കൂ. മത്സരിക്കുന്നവർ അതിനു വേണ്ടി മത്സരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാനെല്ലാം മനസ്സമാധാനം നൽകുന്നതാണ്, ശാന്തി നൽകുന്നതാണ്. അത് മനസ്സിലാക്കി പ്രവർത്തിച്ച് രക്ഷയുടെ മാർഗത്തിൽ നമുക്ക് എത്താൻ കഴിയും. നന്മകൾ വർദ്ധിപ്പിക്കാൻ കഴിയും, തിന്മകൾ അകലാൻ നമുക്ക് കഴിയും. അള്ളാഹു അതിന് നമ്മളെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. റബ്ബ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. വലിയ അന്തരമാണ് ഈമാനുള്ളവനും ഇല്ലാത്തവനും. വലിയ അന്തരാണ്, ഒരു നിലയിലും കൂട്ടിക്കെട്ടാൻ പറ്റൂല. അതിൽ ആഖിറത്തിലുള്ള ഈമാൻ എന്ന് പറയുമ്പോൾ, ആഖിറത്തിലുള്ള ദുനിയാവിന്റെ സ്ഥിതി എന്താ? നമ്മൾ കൊതിക്കുകയും മത്സരിക്കുകയും വാരിക്കൂട്ടാൻ ഇങ്ങനെ സമയമില്ല, നിസ്കരിക്കാൻ പോലും സമയം കിട്ടാതെ, മര്യാദയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടാതെ, നമുക്ക് വേണ്ടപ്പെട്ടവരെ അടുത്തു പോകാൻ നേരം കിട്ടാതെ, രോഗികളെ സന്ദർശിക്കാൻ പറ്റാതെ, മരിച്ച വീട്ടിൽ പോകാൻ നേരം കിട്ടാതെ ദുനിയാവിന്റെ തിരക്കിൽപ്പെട്ടു പോകുന്ന മനുഷ്യര്. ഈ ദുനിയാവിന്റെ പ്രത്യേകത ഭൂമിശാസ്ത്രം പോലെ തന്നെ. എന്താ ഭൂമിശാസ്ത്രം? ഉയർന്ന പ്രദേശങ്ങളുണ്ട്, സമതലങ്ങളുണ്ട്, തണ്ണീർത്തടങ്ങളും സമുദ്രങ്ങളും നദികളുമുണ്ട്. കാലാവസ്ഥ പോലെ തന്നെ മഴയായി വരും, മഞ്ഞായി വരും, കടുത്ത വേനലായും വരും. ഇത് തന്നെയാണ് ദുനിയാവിന്റെ പ്രകൃതി. നിങ്ങൾക്ക് വിശപ്പ് സഹിക്കേണ്ടി വരും, ചിലപ്പോ ഭക്ഷണം കിട്ടും. നിങ്ങൾക്ക് വെയിൽ കൊള്ളേണ്ടി വരും, ചിലപ്പോ വെയിലിൽ നിന്ന് രക്ഷ കിട്ടും. ചിലപ്പോ നിങ്ങൾക്ക് മഴ നനയേണ്ടി വരും. ഇത് ഒരാൾക്കൊഴിവില്ല. ചെറിയ ആള് വലിയ ആള് വ്യത്യാസമില്ല, ആണ് പെണ്ണ് വ്യത്യാസമില്ല, വൃദ്ധനും കുട്ടികളും ചെറുപ്പക്കാരും എന്ന വ്യത്യാസവും ഇല്ല. അപ്പൊ ആഖിറത്തിൽ വിശ്വസിക്കുന്ന ആളോ? ഇതിനെ നിരാകരിക്കാൻ ഒരു മനുഷ്യനും കഴിയില്ലോ. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഏറ്റവും ഉയർന്നു എന്ന് പറയുന്ന, ലോകത്തിന് മുഴുവൻ ഞങ്ങളാ നിയന്ത്രിക്കുന്നു പറയുന്ന അമേരിക്ക, കാട്ടുതീ വരുന്നു, അവിടെ ജലപ്രളയം വരുന്നു. ഇപ്പൊ ഇതാ ഭൂമി കുലുക്കം. അമേരിക്കയുടെ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അവിടെ. അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ തടയാനൊരു വഴിയില്ല. ഞാൻ പറഞ്ഞതാണ്, ആർക്കും തടയാൻ പറ്റാത്ത ഈ പ്രകൃതിയിൽ മൂമിന് എങ്ങനെ ആശ്വാസം കിട്ടുക? ഇതൊന്നുമില്ലാത്ത ആഖിറത്തിലേക്ക് സഞ്ചരിക്കുന്നവനാണ് ഞാനെന്ന ആ ബോധ്യം. പ്രിയപ്പെട്ടവരെ, ഞാനിത് എന്നോടും എനിക്ക് പ്രിയപ്പെട്ട നിങ്ങളോടും ഒരു വെറും വർത്താനായിട്ട് കൂട്ടരുത്.
നമുക്ക് തന്നെ അതിന്റെ ഗുണം, നമുക്ക് ആശ്വാസമാണ്. എന്തു വന്നാലും ക്ഷമിക്കാനും നേരിടാനും കഴിയുന്നത് ഈ ആഖിറത്തിലുള്ള വിശ്വാസമാണ്. ആദം നബിയോട് അള്ളാഹു സ്വർഗത്തെ പറ്റി പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? സ്വർഗത്തിൽ പോയി താമസിച്ചോളാൻ പറഞ്ഞില്ലേ? അപ്പൊ എന്താ പറഞ്ഞത്? ഇന്നലക അല്ലാ തജൂഅ ഫീഹാ വലാ തഅറാ. ആദമേ, നീയും നിന്റെ ഇണയും സ്വർഗത്തിലാണ് താമസിക്കുന്നത്. ഇബ്ലീസ് നിന്റെ ശത്രുവാണ്. അവൻ നിന്നെ വഞ്ചിച്ച് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ പരിശ്രമിക്കും. അതുകൊണ്ട് നീ കരുതൽ പാലിക്കണം. ഇന്നലക അല്ലാ തജൂഅ ഫീഹാ, ഒരിക്കലും സ്വർഗത്തിൽ നിനക്ക് വിശപ്പ് സഹിക്കേണ്ടി വരില്ല. പരലോകത്തേക്ക് പോണ ആളാ അതാണ് ആലോചിക്കുന്നത്. ഇവിടെ വിശന്നു, 3 നേരം ഭക്ഷണം കിട്ടിയില്ല, 2 നേരേ കിട്ടിയുള്ളൂ. അല്ല, 1 നേരം കിട്ടിയുള്ളൂ. അവൻ അന്താളിക്കില്ല. ഒരിക്കലും വിശപ്പ് പ്രയാസപ്പെടുത്താത്ത ലോകത്തേക്ക് സഞ്ചരിക്കുന്ന ഞാൻ ഈ ദുനിയാവിലെ വിശപ്പൊക്കെ മാറ്റിയാലേ രക്ഷയുള്ളൂ എന്ന സ്ഥിതി അവൻ ചിന്തിക്കില്ല. ഒരിക്കലും നീ നഗ്നനാവില്ല സ്വർഗത്തിൽ. ഇവിടെ ഉണ്ടാവും, ദുനിയാവിലുണ്ടാവും, വിശക്കും എന്നല്ലേ എന്റെ അർത്ഥം. സ്വർഗത്തിൽ നീ വിശപ്പ് പ്രയാസപ്പെടേണ്ടി വരില്ല. അതുപോലെ ഇവിടെ നമുക്ക് വസ്ത്രത്തിന് വേണ്ടി പലതരം, അത് വസ്ത്രം കിട്ടിയാ പോരാ, അത് ഫാഷനായിട്ട് വരണം, രൂപ കൂടുതൽ കൊടുക്കണം. സാധാരണ മാന്യമായ വേഷം ഒരു മിതവിലയേ ഉള്ളൂ. മാന്യമായ വേഷത്തിന് മിതമായ വിലയാണ്. പരിധി വിടുമ്പോഴാണ് വലിയ വില കൊടുത്ത ആനന്ദത്തിൽ ഇത് കാര്യപ്പെട്ടതാണെന്ന് അങ്ങോട്ട് തോന്നുക സ്വയം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആർക്കു വേണ്ടി വസ്ത്രം ധരിക്കരുത്, നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ ഓക്കെ ആണോ എന്ന് നോക്കണ്ടത്. അവരെന്ത് വിചാരിക്കും, ഇവരെങ്ങനെ പറയും നോക്കണ്ട. നിങ്ങൾ എനിക്ക് മാന്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് ധരിക്കാം. പിന്നെന്താ പറയുന്നത്? സൂറത്ത് താഹയിലെ 118, 119 ആയത്തുകളാണ്. ഒരിക്കലും നിനക്ക് സ്വർഗത്തിൽ ദാഹിച്ചു അലയേണ്ടി വരില്ല. വലാ തദ്ഹ, വെയിൽ കൊള്ളേണ്ടിയും വരില്ല. ദുനിയാവിൽ ഇതൊക്കെ ഉണ്ടാവും. നല്ല സമ്പന്നനായാലും ചിലപ്പോ ദാഹിക്കുമ്പോ വെള്ളം കിട്ടാതെ വരും. നല്ല സമ്പന്നനാണ്, കോടീശ്വരനാണ്, വിശക്കുമ്പോ ഭക്ഷണം കിട്ടാത്ത സാഹചര്യങ്ങൾ ദുനിയാവിന്റെ സ്വഭാവമാണത്. എത്ര തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചെന്നൈയിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ വലിയ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ആളുകൾ വീടിന്റെ മുകൾ തട്ടിൽ കേരളത്തിൽ നിന്ന് വരുന്ന വെള്ളക്കുപ്പികൾക്കും ബ്രെഡിനും കാത്തു നിന്നില്ലേ? കാശിലായിട്ടാ? ബാങ്കിൽ നിക്ഷേപമില്ലായിട്ടാണോ? കച്ചവടക്കാരും ബാങ്ക് ഉദ്യോഗസ്ഥന്മാരും 10 ലക്ഷം 15 ലക്ഷം ശമ്പളം പറ്റുന്നവരും കമ്പനി മുതലാളിയും കേരളത്തിൽ നിന്ന് വരുന്ന കുപ്പിവെള്ളത്തിന് വീടിന്റെ മുകൾ തട്ടിൽ കയറി കാത്തു നിന്നില്ലേ? ദാഹിച്ചാലും കിട്ടിയെന്ന് വരില്ല. അത് ദുനിയാവിന്റെ പ്രത്യേകതയാ. വിശന്നാലും കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഈ സ്വർഗം നീ നഷ്ടപ്പെടുത്തരുത് എന്ന മുന്നറിയിപ്പാണ് ആദമിന്റെ മക്കളായ നമുക്കുമുള്ളതാണ്. അപ്പോ ദുനിയാവിൽ നമുക്ക് പീഡനങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യം ഒക്കെ ഉണ്ടായാലോ? ഇല്ല, കുത്തിബലഹും ബിഹി അമലുൻ സാലിഹ്. അതെല്ലാം മൂമിനാണെങ്കിൽ അവന് സൽക്കർമ്മമായി രേഖപ്പെടുത്തും. കേട്ടാ, ദുനിയാവിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ റബ്ബ് അവന്റെ രേഖയിൽ സൽക്കർമ്മമായി രേഖപ്പെടുത്തും. ഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. സുകൃതം ചെയ്യുന്നവരുടെ പ്രതിഫലം അല്ലാഹു പാഴാക്കി കളയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഹത്ത ശൗകത്തു, ഒരു മുള്ള് കാലിൽ കുത്തുക. ഒരു മൂമിന്റെ കാലിൽ ഒരു മുള്ള് സ്വാഭാവികം നടക്കുമ്പോ അതിന് പോലും അല്ലാഹു പ്രതിഫലം രേഖപ്പെടുത്തും. പ്രയാസപ്പെടൂല. നമുക്ക് ദുനിയാവിൽ സമാധാനാണ്, ആഖിറത്തിന്റെ സമാധാനാണല്ലോ പറഞ്ഞത്. എല്ലാ മനുഷ്യർക്ക് ഈ വിശപ്പ്, ദാഹം, ബുദ്ധിമുട്ട്, രോഗം ഒക്കെ വരുമല്ലോ. പരലോക വിശ്വാസമില്ലാത്തവർ, അള്ളാഹു വിശ്വാസമില്ലാത്തവര് ഈ ജീവിതം മുഷിഞ്ഞു മടുത്ത് ജീവിതം അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. മൂമിന് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല.
ഒരു മൂമിൻ ആത്മഹത്യ ചെയ്യില്ല. ആണായാലും പെണ്ണായാലും ചെറുപ്പക്കാരനായാലും എന്ത് സംഭവിച്ചാലും ആത്മഹത്യ ചെയ്യില്ല. അവനക്ക് പരലോകവിശ്വാസം ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് യാതൊരു ഭയമില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത ഒരു കടുത്ത വേദനയുടെ രംഗം നിങ്ങളെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. പ്രിയ സഹോദരങ്ങളെ, കടുത്ത വേദന അനുഭവിക്കുന്ന അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ രംഗം നിങ്ങൾ നോക്കൂ. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ളുഹാ സമയം നമ്മുടെ ഉമ്മ ആയിഷയുടെ വീട്ടിലാണ് റസൂലുള്ളാഹ്. ആയിഷയുടെ മാറിലേക്ക് ചാരിക്കിടക്കുകയാണ്. കാല് മടക്കുകയും നീർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇടക്ക് അടുത്തുള്ള വെള്ളപ്പാത്രത്തിൽ കൈമുക്കി മുഖം തടവുന്നുണ്ട്. അങ്ങേയറ്റത്തെ വേദന. ഇത് കണ്ടപ്പോ മകൾ ഫാത്തിമ പൊട്ടിക്കരഞ്ഞു പോയി. യാ കർബാ അബാ, എന്റെ പിതാവിന്റെ വേദന എന്ന് പറഞ്ഞുകൊണ്ട് നബി ആംഗ്യം കാണിച്ചു മോളെ. എന്നിട്ട് പറയാണ്, കാതിൽ പറയാണ്, ഉറക്കെ പറയാൻ ശക്തിയില്ല. പിന്നീട് ഫാത്തിമ പറഞ്ഞതാണിത്. ആ സമയത്ത് സ്വകാര്യമായി വാപ്പ പറഞ്ഞ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണവേദന കൊണ്ട് പ്രയാസപ്പെടുമ്പോ അത് കണ്ട് സഹിക്കാനാവാതെ ഫാത്തിമ കരഞ്ഞപ്പോ റസൂലുള്ളാഹ് അടുത്തേക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് പറയാണ്, പൊന്നുമോളെ, ഇന്ന് മാത്രമേ വാപ്പാക്ക് വേദനയുള്ളൂ. ഇതിനു ശേഷം ഒരിക്കലും വേദനിക്കാത്ത, ഒരിക്കലും പ്രയാസപ്പെടുത്താത്ത ഒരു ലോകത്തേക്കാണ് വാപ്പ പോകുന്നത്. മോള് കരയല്ലേ, ഈ മരണം വരെ വേദനയുള്ളൂ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേദനയില്ല. പ്രിയപ്പെട്ടവരെ, മൂമിന്റെ ആശ്വാസം നോക്കൂ. മൂമിനീങ്ങൾക്ക് മാതൃകയായ റസൂലുള്ളാഹ് മൂമിനീങ്ങൾക്ക് ആശ്വാസം പകരുകയാണ്. അല്ലാഹു അതുപോലെ പരലോകത്തെ കുറിച്ച് നല്ല പ്രതീക്ഷയോടെ റബ്ബിനെ കണ്ടുമുട്ടാൻ കൊതിക്കുന്ന, അതിന്റെ പേരിൽ ദുനിയാവിലെ പ്രയാസങ്ങളെ സഹിക്കാൻ കഴിയുന്ന യഥാർത്ഥ ഈമാനുള്ള മുഅ്മിനീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.